എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിത് എപ്പം നിൽക്കുന്നത് ദേവപ്രയാഗിലാണ്. ദേവപ്രയാഗിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അതൊരു വീഡിയോ ആയിട്ട് ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം അതുകൂടി കാണുവാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം നമ്മൾ ഇന്ന് ഇവിടെയുള്ള ക്ഷേത്രത്തിലാണ് ആദ്യം പോകുന്നത്. നിങ്ങൾക്ക് താഴോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഭാഗീരഥി നദിയാണത്. വളരെ ശക്തമായിട്ട്, അതായത് രൗദ്രഭാവത്തിൽ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീച്ച് ഇവിടെ വന്നിട്ട് ഈ ഒരു കാഴ്ച കാണുമ്പം മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾ കാണുന്നൊരു കാഴ്ച ഇവിടെ നിന്ന് ഞാനിതിങ്ങനെ കാണുമ്പം ആ ഒരു തൂക്കുപാലവും അതിൻ്റെ മുകളിലായിട്ട് മലനിരകളിൽ ആ ചെരിഞ്ഞ ഭാഗങ്ങളിൽ തട്ടായിട്ടുണ്ടാക്കിയ വീടുകളും ആ ക്ഷേത്രമൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷം. രാവിലെ നമ്മളൊന്ന് പുറത്തിറങ്ങി ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അത് എപ്പോഴാണ് എണീക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് ഒന്ന് പോയി നോക്കാം. അതിൻ്റെ മുന്നേ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാനാണ് വിചാരിക്കുന്നത്. നല്ല വിശപ്പുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. എന്തായാലും നല്ല തണുപ്പുണ്ട് ഇപ്പോഴും. രാവിലെ 7 മണിക്കൊക്കെ ഇവിടെ 8 ഡിഗ്രി 9 ഡിഗ്രി ആയിരുന്നു. ഇപ്പോഴും 11-12 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട്. ആ ഒരു ഭംഗിയിൽ തന്നെ പുഴ എങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ടോ. അപ്പം വെയിൽ ചെറുതായിട്ട് അവിടെ ഇങ്ങനെ കുതിച്ച് വന്നിട്ടുണ്ട്. കുട്ടികളെ സ്കൂളിൽ പോകുന്ന നോക്ക്, അവർ യൂണിഫോമിൻ്റെ മുകളിൽ തണുപ്പിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇതുവഴി നമുക്ക് ആ ഒരു തൂക്കുപാലം കടന്നു വേണം അങ്ങോട്ടേക്ക് പോകാൻ. എന്നിട്ട് നമുക്ക് അവിടെ ആ ഒരു സംഗമ സ്ഥാനത്തേക്ക് പോവാം. ആ ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് പോവാം. അത് ആൽമരാണ്. ഇവിടുന്ന് ഈ ഒരു കാഴ്ച എത്ര കണ്ടാലും നമുക്ക് മതി വരൂല, അത്രയും ഭംഗിയാണ്. നമ്മൾ ഈ ഒരു തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെ അപ്പുറം പോയിട്ട് വേണം അങ്ങോട്ടേക്ക് നടന്നു പോകാൻ, ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട്. ഈ വീടുകളൊക്കെ ശരിക്ക് അങ്ങനെ പറയല്ല, എന്നാലും നല്ല ഡേഞ്ചർ ആയിട്ട് തന്നെയല്ലേ നിൽക്കുന്നത്. ആലോചിച്ച് നോക്ക്, എന്ത് സേഫ്റ്റിയാണ് ഉള്ളത്. എനിക്ക് അറിയില്ല കേട്ടോ, മൈൻഡിൽ അങ്ങനെ തോന്നിയോണ്ട് പറഞ്ഞതാ. ഈ സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകാൻ. ഈ ക്ഷേത്രം രഘുനാഥ് ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ശ്രീരാമനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ വരുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം, എന്താണ് ഈ ക്ഷേത്രം എന്നുള്ളത്. മുകളിലേക്ക് കയറി പോകുമ്പം നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാണുന്ന ബിൽഡിംഗ് ആണ് ഞാൻ താമസിച്ച റൂം. ആ കാണുന്ന മഞ്ഞ ബിൽഡിങ്ങിലാണ് ഞാൻ ഇന്നലെ രാത്രി താമസിച്ചത്. അപ്പം ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടുള്ളൊരു വ്യൂ കൂടെ കിട്ടുന്നുണ്ട്. ഈ സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകാൻ. അവിടുന്ന് നമ്മൾ ഈ ക്ഷേത്രം കണ്ടിട്ടുണ്ടല്ലോ, മഹാവിഷ്ണുവിനായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള 108 ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തെ കാണുന്നത്. എങ്കിൽ കൂടെ ഇവിടെ മഹാവിഷ്ണുവിനെ ശ്രീരാമനായിട്ടും ലക്ഷ്മി ദേവിയെ സീതാദേവിയായിട്ടാണ് ആരാധിക്കുന്നത്. പിന്നെ രാമായണമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിനൊരു കഥ കൂടെ ഉണ്ട്. അതായത് രാവണനെ വധിച്ച ശേഷം താൻ ബ്രഹ്മഹത്യ പാപം ചെയ്തു എന്നുള്ള അറിവിൽ ശ്രീരാമസ്വാമി ഇവിടെ ദേവപ്രയാഗിൽ വന്നു എന്നും ക്ഷേത്രം ഇരിക്കുന്ന സ്ഥാനത്ത് അദ്ദേഹം തപസ് ചെയ്തു എന്നാണ് ഒരു വിശ്വാസം. അതുപോലെ പുഷ്പമാല എന്ന് പറയുന്ന ഒരു യുവതീനെ ഒരു മകര ആക്രമിച്ചു. മകരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതലയോടൊക്കെ സാദൃശ്യമുള്ള ഒരു ജലജീവിയാണ്. അതായത് ഒരു ഭീകരജീവിയായിട്ടാണ് പുരാണങ്ങൾ അതിനെ പറയുന്നത്. അപ്പോൾ ആ ഒരു ജീവിനെ ശ്രീരാമസ്വാമി വാളുപയോഗിച്ച് ഇവിടെ വെച്ച് വധിച്ചു എന്നും ആ ഒരു ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ആ വാള് സ്വർഗത്തിലേക്ക് ഇവിടെ വെച്ച് ഉയർന്നു പോയി എന്നൊക്കെയാണ് വിശ്വാസം. അതുപോലെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം ഇരിക്കുന്നതിൻ്റെ താഴെ കൂടിയാണ് സരസ്വതി നദി ഒഴുകുന്നത് എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്ത് തന്നെയായാലും നിങ്ങൾ ദേവപ്രയാഗിൽ വന്നാൽ മസ്റ്റായിട്ടും കാണേണ്ട മനോഹരമായൊരു ക്ഷേത്രമാണിത്. ആ പോകുന്നത് നമ്മൾ ഇന്നലെ പോയി നിന്ന റോഡാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് ഡെറാഡൂണിൽ നിന്ന് വന്ന റോഡാണ് നിങ്ങളെ കാണുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് മൊത്തം മലനിരകളാണ്. അവിടെയൊക്കെ ബിൽഡിങ്ങുകൾ ഈ ഭാഗത്തെ അപേക്ഷിച്ച് കുറവാണ്. ഇപ്പോൾ പുതിയ ബിൽഡിങ്ങുകളൊക്കെ ആ ഭാഗത്ത് പണിത് ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ ചെങ്കുത്തായ മലനിരകളായതുകൊണ്ട് അവിടെ നിൽക്കുന്ന ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ സേഫ്റ്റി എത്രത്തോളമാണെന്ന് ഞാനിങ്ങനെ കണ്ട സമയം മൊത്തം ഇങ്ങനെ ആലോചിക്കുന്നൊരു കാര്യം. അത് അവിടെ നമ്മൾ ഇന്നലെ സ്റ്റെപ്പ് ഇറങ്ങി വന്ന ഭാഗങ്ങളൊക്കെയാണ് നിങ്ങളെ കാണുന്നത്. അതിലൂടെ ഇറങ്ങി വന്ന് നമ്മുടെ റൂമിൻ്റെ ഭാഗത്തോട്ട് പോകുന്ന സ്റ്റെപ്പുകളാണത്. ആ കാണുന്ന സ്റ്റെപ്പ് കഴിഞ്ഞ് ആ ഒരു യെല്ലോ ബിൽഡിങ്ങിലാണ് നമ്മൾ ഇന്നലെ രാത്രി താമസിച്ചത്. അവിടുന്ന് അതുവഴി ഇങ്ങനെ ഇറങ്ങി വന്ന് നേരെ താഴോട്ടെത്തിയാൽ ആ ഒരു തൂക്കുപാലാണ്. അങ്ങനെ ആ തൂക്കുപാലം കടന്നാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് വന്നത്. എന്ത് രസമാണ് ഈ റോഡുകളൊക്കെ. ചെറിയ വഴികളാണ്, ഗല്ലികൾ പോലെയുള്ള കുഞ്ഞു വഴികളാണ്. അതുവഴി വന്ന് ഈ സ്റ്റെപ്പുകൾ കയറിയാണ് നമ്മൾ ഇങ്ങോട്ടെത്തിയത്.
അതുപോലെ ഈ ഒരു ക്ഷേത്രത്തിലോട്ട് കയറി വരുന്ന ഭാഗത്ത് ശ്രീരാമസ്വാമി രാമേശ്വരത്ത് വെച്ചിട്ട് ശിവലിംഗത്തിൽ പൂജ ചെയ്യുന്ന ആ ഒരു ചിത്രമാണ് വരച്ചു വെച്ചിട്ടുള്ളത്. തൊട്ടു മുകളിൽ ഹനുമാനെയൊക്കെ കാണാം. അവിടെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ ഗംഗാനദിയുടെ തീരത്തോട്ട് വന്നതാണ്. അപ്പോൾ ഇതാ ഇവിടുന്ന് ഭാഗീരഥി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇപ്പം വെള്ളം കുറവാണ്. വെള്ളം കുറവുള്ള സമയത്ത് ഈ ശക്തമായിട്ടാണ് ഒഴുകുന്നതെങ്കിൽ നല്ല വെള്ളമുള്ള സമയത്തൊക്കെ എത്രത്തോളം രൗദ്രമായിട്ടായിരിക്കും ഈ നദി ഒഴുകുന്നതല്ലേ. രണ്ടും കൂടെ ചേരുന്ന ഭാഗത്ത് ആളുകൾ കുളിക്കുന്നുണ്ട്. കാരണം ഇത് വളരെ ശുദ്ധമായിട്ട് ഗംഗാനദീനെ കാണാൻ പറ്റുന്നത് സത്യത്തിൽ ഈ ഭാഗത്തൊക്കെ ആയിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകും തോറും എവിടെ ജനങ്ങളിടയിലൂടെ ഏത് നദികൾ ഒഴുകുന്നോ അതൊക്കെ എന്നും മലിനമായിരിക്കും. ജനങ്ങളുടെ സാമീപ്യം ഇല്ലാണ്ടാണ് ഒഴുകുന്നതെങ്കിൽ അത് അത്രത്തോളം ശുദ്ധവുമായിരിക്കും. നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും ശുദ്ധമായി ഒഴുകുന്ന നദി ഒരു രീതിയിലും ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ ഒഴുകുന്ന നദികളായിരിക്കും. അതെല്ലായിടത്തും അങ്ങനെയാണ്. നമ്മളാണ് ശരിക്കും ഇതൊക്കെ മലിനാക്കുന്നത്. ലോകത്ത് വേറൊരു ജീവികളും ഇങ്ങനെയുള്ളതൊന്നും നശിപ്പിക്കുകയോ മലിനാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒക്കെ ചെയ്യുന്നത് മനുഷ്യരാണ്. നമ്മൾ വളരെ ശുദ്ധിയോടുകൂടി കാണുന്ന നദികളായിട്ട് പോലും നമ്മളതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ കാഴ്ചകൾ നമ്മുടെ അത്ഭുതപ്പെടുത്തും. ഋഷികേശിലും ഹരിദ്വാറിലോട്ടൊക്കെ വരുന്നവർ ഇവിടെ ദേവപ്രയാഗ് കൂടെ വന്ന് ഇതുകൂടെ കണ്ടിട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കേദാർനാഥിലോട്ടൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളും ഒരിടത്താവളായിട്ട് ഇവിടെ ദേവപ്രയാഗിൽ ഇറങ്ങണം. ഇവിടെയുള്ള ഈ ഒരു ഗംഗാ സംഗമം കാണണം. ഇവിടെയുള്ള രഘുനാഥ് ക്ഷേത്രത്തിൽ പോകണം. അതൊക്കെ ഒരു അനുഭവമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കുറേ കാഴ്ചകളും അനുഭവങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും, ഉറപ്പാണത്. ഇതിവിടെ ഗംഗാനദിയോട് ചേർന്ന് കാണപ്പെടുന്ന ദേവപ്രയാഗിലൊരു സ്കൂളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഈ ഭാഗത്ത് വന്നപ്പോൾ പറഞ്ഞിരുന്നു ഈ ഒരു സ്കൂളിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഇവിടെയൊന്നും ഇവരാരും വൃത്തികേടാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവരൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. ചെറിയ വഴികളിലൊക്കെ സാധാരണ നമ്മൾ എന്തൊക്കെയോ വലിച്ചെറിഞ്ഞിട്ടൊക്കെ കാണും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയോടുകൂടിയാണ് ഇവർ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ കച്ചവടം നടത്തുന്നതിൽ ഭൂരിപക്ഷവും. നമ്മൾ കാണുന്ന നേരത്തെ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും നമ്മൾ കണ്ടിട്ടില്ലേ, കുറേ തട്ടായിട്ടുള്ള വീടുകളൊക്കെ, ആ വീടുകളിലൊക്കെ താമസിക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കടകളാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ അവർ ഇവിടുന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളിൽ നിന്നൊക്കെയാണ് ഇവരുടെ വരുമാനം കണ്ടെത്തുന്നത്. ഒരുപാട് കടകളുണ്ട്. കൂടുതലും ഈ തണുപ്പിനെ അതിജീവിക്കാനുള്ള വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ ഗംഗാജലം ഇവിടുന്ന് ആളുകൾ എടുത്തുകൊണ്ട് പോകും. അത് കൊണ്ടുപോകാനുള്ള ക്യാനുകൾ, പിന്നെ ഭക്ഷണ സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസത്തിനിടയ്ക്ക് എത്ര തവണ ഈ പാലത്തിൻ്റെ നടുവിൽ ഇങ്ങനെ വന്ന് നിന്നു എന്നറിയാമോ? എത്ര തവണ വന്നു നിന്നാലും ഒരു പ്രത്യേക രസമാണ്. താഴെക്കൂടെ ആ നദി ഒഴുകുന്ന ശബ്ദവും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴുള്ള കാഴ്ചകളും എന്ത് ഭംഗിയാണെന്നറിയോ. ചെറിയൊരു കുട്ടി സ്കൂളിലോട്ട് പോവാണ്. അവിടെ അസംബ്ലിയൊക്കെ കഴിഞ്ഞു. അവിടെ പഠിക്കുന്നത്, ഇവിടെയുള്ള കുട്ടികൾ മൊത്തം പഠിക്കുന്ന ആ ഒരു സ്കൂളിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് നമ്മളാ കണ്ടത്. അങ്ങനെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഭക്ഷണങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കണ്ട. അപ്പം ഇതൊക്കെ ഇവിടെ രാവിലെ കിട്ടുള്ളൂ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കടയിൽ കയറി പുള്ളി ഇപ്പോൾ തന്നെ ഉണ്ടാക്കി തന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 10 മിനിറ്റ് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതൊക്കെ മൊത്തം കാലിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ചായ കൂടെ കുടിച്ചാൽ അടിപൊളി. അങ്ങനെ ഭക്ഷണം കഴിച്ചു, റൂമിൽ പോയി അവിടുന്ന് ബാഗൊക്കെ എടുത്ത് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഹരിദ്വാറിലോട്ടാണ് പോകുന്നത്. ഇനിയിപ്പം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഹരിദ്വാറിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ 2 ദിവസം ദേവപ്രയാഗിൽ ഉണ്ടായിരുന്നു. ആ 2 ദിവസത്തെയും വീഡിയോ 2 പാർട്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പം ഇതിൻ്റെ മുന്നത്തെ പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. കുറേ കാഴ്ചകൾ അതിലും കാണാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൊന്ന് പറയുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കുറേ യാത്രകളുടെ വീഡിയോസൊക്കെ കിട്ടും. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് നിങ്ങൾ
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയിട്ടും കൂടെ ഈ വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ ബൈ.